കൊല്ലത്തെ സീരിയൽ കില്ലറുടെ കൊലപാതക രീതി ഞെട്ടിക്കുന്നതാണ്. വളരെ വിചിത്രമായ രീതിയിലാണ് അയാൾ ഈ ക്രൂരമായ കൃത്യം നടത്തുന്നത്. കൊല്ലം പോലീസിന് രാജേന്ദ്രൻ എന്ന ആളെ കൊലപ്പെടുത്തിയ രീതി കണ്ടപ്പോൾ തന്നെ അവർക്ക് സംശയമുണ്ടായിരുന്നു, ഇത് ഒരു വിചിത്രമായ കൊലപാതകം ചെയ്യുന്ന ഒരു കഥാപാത്രമാണെന്ന്. പാരിപ്പള്ളിയിൽ സമാന രീതിയിലൊരു കൊലപാതകം കൂടെ ഉണ്ടായപ്പം പോലീസ് അത് ഉറപ്പിച്ചു, ഇതൊരു സീരിയൽ കില്ലറാണ്. കില്ലറ് കഴിഞ്ഞ ദിവസം കൊല്ലം ACPയുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തു. അയാളെ തക്കലക്കാരനാണെങ്കിലും അയാളെ വാൽപ്പാറയിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. ഇയാളെ കൊല്ലുന്ന രീതികളും അതുപോലെ അയാളെ അതിനുശേഷമുള്ള നീക്കങ്ങളുമൊക്കെ CCTV ദൃശ്യത്തിൽ പോലീസിന് ലഭിച്ചു. അവിടുത്തുകാരനല്ല, ഇയാൾ തക്കലക്കാരനാണ്, തമിഴ്നാട്ടുകാരനാണ്. ഇയാളുടെ പേര് വിജു സുരേഷ് എന്നാണ്. കൊലപാതകം നടത്തുമ്പോൾ ഇയാൾ വെള്ള ഷർട്ടും ലുങ്കിയുമാണ് ഉടുത്തിരുന്നത്. കമ്മീഷൻ ഓഫീസിൻ്റെ അടുത്ത് 25 മീറ്റർ അകലെ അവിടെയാണ് ആരുപേരും ഇല്ലാത്ത രാജേന്ദ്രൻ അവിടെയാണ് രാത്രി കിടന്നുറങ്ങുന്നത്. ഒരു കറുത്ത ബാഗും കുറച്ച് സാധനങ്ങളൊക്കെ കയ്യിലുണ്ട്. ഈ സ്ഥലത്തിനടുത്ത് തന്നെയായിരുന്നു അയാളുടെ കുടുംബ വീട്. അത് വിറ്റുപോയി. പിന്നെ ആരും ഇല്ലാതെ വന്നു. അവൻ്റെ വീടിനടുത്തുള്ള കടത്തിണ്ണയിലാണ് കിടക്കുക. അയാളുടെ ജ്യേഷ്ഠൻ്റെ മകൻ അയാൾ ഇങ്ങനെ ഇവിടെ നിന്ന് ഈ റോഡ് സൈഡിൽ കിടക്കുന്ന സ്ഥലത്തു നിന്ന് മാറ്റി പത്തനാപുരത്തെ ഗാന്ധി ഭവനിലേക്ക് മാറ്റാൻ ഒന്ന് ശ്രമിച്ചു. എന്നാൽ കൊല്ലപ്പെട്ട രാജേന്ദ്രൻ ആ പത്തനാപുരം ഗാന്ധി ഭവനിൽ ചെന്ന് തനിക്ക് അവിടെ ഒരു അഡ്മിഷൻ വേണം എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, പോലീസിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് വരും, ഇവിടെ അഡ്മിറ്റ് ചെയ്യാം. ആരോരുമില്ലാത്ത ആൾക്കാരെ സംരക്ഷിക്കുന്ന പത്തനാപുരത്തെ ഗാന്ധി ഭവൻ്റെ അയാളെ നമ്മളെല്ലാവരും സ്തുതിക്കേണ്ടിയിരിക്കുന്നു. ആരുമില്ലാത്ത നൂറുകണക്കിന് ആൾക്കാർ അദ്ദേഹത്തിൻ്റെ വസതിയിൽ സംരക്ഷിക്കപ്പെടുകയാണ്. അവിടെ എന്തായാലും രാജേന്ദ്രൻ പോയി എന്ന് അന്വേഷിച്ചു. അത് ഈ മരണത്തിന് 2 ദിവസം മുമ്പാണ്. അതേസമയത്ത് രാജേന്ദ്രൻ്റെ ബ്രദറിൻ്റെ സഹോദരൻ്റെ മകനും വന്ന് ഇയാളെ മാറ്റാനുള്ള ഒരു ശ്രമം നടത്തി. ഏതായാലും ആ കൊലപാതക രീതി അതിദാരുണമാണ്. അത് കമ്മീഷൻ ഓഫീസിൻ്റെ കൊല്ലം കമ്മീഷൻ ഓഫീസിൻ്റെ 25 മീറ്റർ അകലെയാണ് ഈ കൊലപാതകം നടക്കുന്നത്. കമ്മീഷൻ ഓഫീസിന് അടുത്തുള്ള ആ പാലത്തിൻ്റെ മുകളിൽ ഒരു CCTV വെച്ചിട്ടുണ്ട്. ഈ സംഭവം നടക്കുന്നതിന് അടുത്തൊരു വീട്ടിലെ CCTV, അതിനകത്ത് കൊലപാതക രീതികൾ കാണാം. ഇയാൾ ആ CCTV ദൃശ്യത്തിൽ ആ ആൾ ഉറങ്ങിക്കിടക്കുന്ന സ്ഥലത്ത് രാജേന്ദ്രൻ്റെ അവിടെ വന്ന് കുറേ നേരം ഈ ആളെ നോക്കി നിൽക്കുന്ന കാഴ്ച കാണാം. അതിനുശേഷമാണ് ഇയാൾ അയാളെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ ശ്രമിച്ചത്. അപ്പോൾ ഒരു മൽപ്പിടുത്തമുണ്ടായി. അയാളെ ജീവൻ നഷ്ടപ്പെടുന്നെന്ന് തോന്നിയപ്പം ഒരു മൽപ്പിടുത്തം ഉണ്ടായി. മൽപ്പിടുത്തം ഉണ്ടാക്കിയതിൽ അയാൾ പ്രായമുള്ള ആളാണ്, ഇവൻ ചെറുപ്പക്കാരനാണ്. ഏതായാലും ആ മൽപ്പിടുത്തത്തെ ഇയാൾ ഓവർ പവർ ചെയ്തു. അതിനുശേഷം അയാൾക്ക് പരിക്കേറ്റ് അല്പം ബോധക്കേട് പോലെ വന്നപ്പം കയ്യിലിരുന്ന തോർത്തുപയോഗിച്ച് കഴുത്ത് മുറുക്കി കൊന്നു. അതിനുശേഷം മരണം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് അയാൾ മുഖത്ത് കൈകൊണ്ട് ഇടിക്കുന്നതും കാണാം. അതിനുശേഷം ഇയാളെ അവിടെ നിന്ന് വലിച്ച് അതിനടുത്തുള്ള വർക്ക്ഷോപ്പിൻ്റെ അവിടെ കൊണ്ടുപോയി കെട്ടിയിടും. അപ്പം അതിനുശേഷം ഇയാൾ രാജേന്ദ്രൻ്റെ കറുത്ത ബാഗും ഒക്കെ എടുത്ത് അവിടെ നിന്ന് അങ്ങ് പോകുന്നു. കമ്മീഷൻ ഓഫീസിൻ്റെ ആ വഴി നടന്നു പോകുന്നതാണ് കാണുന്നത്. ആളെ വ്യക്തമായിട്ട് CCTV ദൃശ്യത്തിൽ കണ്ടെത്തി. ഇയാൾക്ക് കൊലപാതകം ചെയ്യുന്നത് അതൊരു ത്രില്ലാണ്. അത് അവിടെ വന്ന് കുറേ നേരം
ആളെ ഇയാൾ നോക്കി നിൽക്കുന്ന കാഴ്ച. അതിനുശേഷം കൊല്ലാനുള്ള തീരുമാനമെടുക്കുന്നു. അയാളെ കഴുത്ത് ഞെരിച്ച് കൊല്ലാനുള്ള ശ്രമത്തിൽ അയാൾ ഉണരുന്നു. അതിനുശേഷം മൽപ്പിടുത്തം നടക്കുന്നു. ഇതൊക്കെ ചെയ്യുന്നത് ഒരു മനുഷ്യനാണ്, മറ്റൊരു മനുഷ്യൻ്റെ പുറത്താണ് ഇത് ചെയ്യുന്നത്. ഏതായാലും മരിച്ചുവെന്ന് ഉറപ്പ് വരുത്താൻ കഴുത്ത് ഞെരിച്ച് കൊന്നിട്ട് ഇയാൾ കൈ കൊണ്ട് ഇടിക്കുന്നത് CCTV ദൃശ്യത്തിലുണ്ട്. ആ ആളെ വ്യക്തമായിട്ട് ഏകദേശം മനസ്സിലായി പോലീസിന്. ബോധം നഷ്ടപ്പെട്ട രായതിനെ കൊല്ലാനുള്ള അയാളുടെ ഉത്സാഹം ഒക്കെ നമുക്ക് ആ CCTV ദൃശ്യത്തിൽ കൂടെ കാണാം. രാജേന്ദ്രൻ്റെ കറുത്ത ബാഗുമായി ഇയാൾ പതുക്കെ അയാൾ മരിച്ചു എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം നടങ്ങുന്ന ദൃശ്യം കാണാം. ഇയാളുടെ കമ്മീസ് ഓഫീസിൻ്റെ അടുത്ത മേൽപ്പാലത്തിലുള്ള ഒരു CCTV ഘടിപ്പിച്ചിരിക്കുന്നതിനകത്ത് ഇയാൾ അവിടെ വന്ന് നിൽക്കുന്നതും പോകുന്നതും ആ മൽപ്പിടുത്തവും കൊല്ലുന്ന സ്വമൊക്കെ അടുത്ത വീട്ടിലെ CCTV ദൃശ്യത്തിലാണ്. അതിദാരുണമായ ഒരു കൊലപാതകം നമ്മൾ കണ്ടു. കൊല്ലാനുള്ളൊരു വാഞ്ച അയാളുടെ മനസ്സിലുണ്ട്. അത് വലിയ കൊലപാതകങ്ങൾ ആരോഗ്യമുള്ളവരുടെ അടുത്തൊന്നും അയാൾ പോകില്ല. കൊല്ലാനായിട്ട് തിരഞ്ഞെടുക്കുന്ന ആൾ ഇയാൾക്ക് ഓവർ പവർ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെയാണ്. അനാഥരായ റോഡിൽ കിടക്കുന്ന ആളെ ചെയ്തു. പാരിപ്പള്ളിയിലും ഇതേ രീതിയിലുള്ള ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതും ഇയാളാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഏതായാലും തക്കലക്കാരനായ ഈ സിജു സുരേഷിനെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡി വാങ്ങിച്ചു. ഇയാൾ ഈ കേസിനകത്ത് കസ്റ്റഡി വാങ്ങിച്ച ശേഷം പാരിപ്പള്ളി കേസുകളെ പോലീസ് അതും ചോദ്യം ചെയ്യും. ഏതായാലും ഇയാൾ ഒരു സീരിയൽ കില്ലറാണ്. കൊല്ലുന്ന ആ രംഗങ്ങളും അയാളുടെ മോട്ടീവ് അത് തന്നെയല്ല. ആ പാവപ്പെട്ടവൻ്റെ ബാഗുമായിട്ട് പോവുകയാണ്. ആ ബാഗിനകത്ത് അയാളുടെ മൊബൈൽ ഫോൺ കിടപ്പുണ്ട്. അത് ഇയാൾ കൊണ്ടുപോയി. പിന്നെ അയാൾ കയ്യിലുണ്ടായിരുന്ന ബാഗിനകത്ത് അല്പം സ്വല്പം പണം ഉണ്ടാവും, അതും എടുക്കും. അപ്പോൾ ആ കൊലപാതക രീതി പണത്തിന് വേണ്ടി മാത്രമല്ല, ഇയാൾക്ക് അതൊരു രസമാണ്. കാരണം കൊല്ലുന്നത് ഒരു ത്രില്ലാണ്. അതുകൊണ്ടാണ് കഴുത്ത് മുറുക്കി കൊന്നിട്ട് അയാൾ മുഖത്ത് വീണ്ടും വീണ്ടും അടിക്കുന്നതും അവിടുന്ന് വലിച്ചു കൊണ്ടുപോയി വർക്ക്ഷോപ്പിൻ്റെ അവിടെ കൊണ്ട് കെട്ടിയിടുന്നതും. വൈകൃതമായ ചില പെരുമാറ്റങ്ങളല്ലേ നമ്മളീ കാണുന്നത്. ഒരു മനുഷ്യൻ മറ്റൊരു അവശനായ മനുഷ്യൻ്റെ അടുത്താണ് ഇത് കാണിക്കുന്നത്. ഏതായാലും കൊല്ലം ACPയും കമ്മീഷണറെയൊക്കെ അഭിനന്ദിക്കുന്നു. അവർ ഇയാളെ കൃത്യമായിട്ട് അറസ്റ്റ് ചെയ്തു. വാൽപ്പാറയിൽ നിന്നാണ് ഇയാളെ കണ്ടെടുത്തത്, തക്കലക്കാരനെ. അടുത്ത കേസിലെത്തും ആ അന്വേഷണത്തിലേക്ക് ഈ കേസിൻ്റെ കസ്റ്റഡി വാങ്ങിക്കുമ്പോൾ മറ്റേ കേസിൻ്റെ കൂടുതൽ വിവരങ്ങളും തെളിയുമെന്ന് കരുതുന്നു.